മേപ്പാടി ക്യാമ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യം. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, ദുരന്തബാധിതരെ കാണാൻ കേന്ദ്രമന്ത്രി എത്തിയിരിക്കുന്നു. ആശ്വാസവാക്കുകൾ. ഈ ഘട്ടത്തിൽ എല്ലാം തകർന്നു നിൽക്കുന്നവരാണ്, എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണ്. എങ്കിലും ഒരു ആശ്വാസവാക്കുകൾ എന്നുള്ള നിലയിൽ കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം എന്താണ് അവിടെ എന്നുള്ള വിവരങ്ങൾ, അവരെന്താണ് കേന്ദ്രമന്ത്രിയോട് പറയുന്നത്? ഷഹദ്. രജിത, സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ആളുകളുമായിട്ട് സംവദിക്കാം, അല്ലെങ്കിൽ അവരുമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഇവിടെ ഇത്തരത്തിൽ ഈ VIPs വരുമ്പോഴും അതുപോലെ തന്നെ ഈ മന്ത്രിമാരൊക്കെ വരുന്ന സമയത്ത് ആളുകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ആളുകൾ കൂടരുത്, അല്ലെങ്കിൽ ക്യാമ്പിൽ പ്രവേശിക്കരുത്, അവരുടെ സ്വകാര്യത മാനിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ്. പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അപ്പം ഓൾറെഡി അദ്ദേഹം ഇപ്പോൾ നിരവധി ഇടങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ഇപ്പോൾ മേപ്പാടിയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്നു, ഇവിടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ചാർജുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം ക്യാമ്പിനകത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ക്യാമ്പിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി കളക്ടറേറ്റിൽ യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കും. ഇവിടേക്ക് വരുന്നതിന് മുൻപ് സേവാഭാരതിയുടെ ശ്മശാനത്തിലായിരുന്നു അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അതിന് ഇടയിൽ പല ആശുപത്രികളിലും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ദുരന്ത മേഖലയിലും അദ്ദേഹം പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നേരത്തെ ഈ ദുരന്തഭൂമിയിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമൊക്കെ പല കോണിൽ നിന്ന് ഉയരുന്ന പശ്ചാത്തലത്തിൽ അതിനിടയിൽ അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. അതിൻ്റെ നിയമവശങ്ങൾ, സാധ്യതകളെല്ലാം പരിശോധിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം.